ആരാധകർ 18 വയസ്സിൽ താഴെയുള്ള ഒരുപാട് പേർ ആ പരിപാടിക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊന്നും ഒരു രാഷ്ട്രീയ നേതാവായ വിജയെ കാണാൻ വന്നതല്ല, താരമായ വിജയെ കാണാൻ വന്നതാണ്. വിജയ് സിനിമാ ജീവിതം പൂർണ്ണമായും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ആത്യന്തികമായി വേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടില്ല. മാത്രമല്ല ഈ പരിപാടി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ഇപ്പോൾ മുൻപ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുകയും ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയാണ് ചെയ്തത് വിജയുടെ പാർട്ടി. അത് തങ്ങളുടെ പാർട്ടിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് അന്ന് ഹൈക്കോടതിയിലേക്ക് പോയി. അതിന്മേലുള്ള തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് 2 ഹർജികൾ വന്നിരിക്കുന്നു. ഒരു ഹർജി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്നലത്തെ ഈ സ്റ്റാമ്പേഡ് ഉണ്ടായ സംഭവത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ കണ്ണൻ എന്നൊരു ആള് ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി എന്നുള്ളത് ഇനി പര്യടനം നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു വാർത്ത കൂടി ഉണ്ടല്ലോ, ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണമെന്നുള്ള ഹർജി കൂടി ഹൈക്കോടതിയിൽ മുന്നിലേക്ക് പോവുകയാണ്. ഹൈക്കോടതി ഒരു സ്റ്റാമ്പേഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന തീരുമാനമൊന്നും എടുക്കില്ല. പക്ഷേ വിജയെ അറസ്റ്റ് ചെയ്യുമോ? ഇതിൽ DMKയെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാണ്? ഭരണകൂടം വേണ്ടത്ര പോലീസിനെ വിന്യസിച്ചില്ല എന്ന് പറയുന്നു. അവിടെ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫായി എന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. അത് ബോധപൂർവം വിജയുടെ പ്രസംഗം കേൾക്കണ്ട എന്ന രൂപത്തിൽ അത് ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല.